ഗുഡ് മോർണിംഗ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ എഴുന്നേറ്റ് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ ലേറ്റായി. ഏകദേശം 7 മണി ആയിട്ടുണ്ട് സമയം. ഇന്നലെ കിടന്നുറങ്ങുമ്പോൾ ഭയങ്കര കൊതുക്കു ശല്യം, അതുകൊണ്ട് മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഇപ്പോഴാണ് എണീറ്റ് വന്നത്. അപ്പോൾ നേരെ ഇങ്ങനെ മിയാപദവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു റൂട്ട് അടിച്ചടിച്ച് പോവുകയാണ്. വന്ന വഴി തിരിച്ചു പോകാതെ പുതിയൊരു വഴിയിലൂടെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണാം. ഹൈവേ ഒഴിവാക്കി ഉള്ള ഏരിയകളിലൂടെയുള്ള ഒരു തിരിച്ചു പോക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാട്ടിൻപുറങ്ങളും മറ്റും കണ്ട് അങ്ങനെ മെല്ലെ മെല്ലെ തിരിച്ച് നാടെത്തുമ്പോൾ ഇതാണ് ഇന്ന് യാത്രയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് വലിയൊരു ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നമ്മൾ ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഫുട്ബോൾ പ്ലേയേഴ്സിനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആവേശമാണ്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് നാട് പിടിക്കാം. ലൈറ്റായിട്ട് കോടയും ചെറിയൊരു തണുപ്പ്, ഡിസംബറായല്ലോ. അപ്പോൾ അങ്ങനെ പോകാം. സൂര്യൻ ഇന്നത്തേൽ നിന്ന് ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർണാടക ബോർഡറിൽ നിന്നും വിട്ട് കുറേ ഉള്ളോട്ടേക്കാണ് ഈ മിയാപദവ് എന്ന സ്ഥലം. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴും നമുക്ക് കാണാവുന്ന ബോർഡുകളെല്ലാം കന്നഡയിൽ തന്നെയാണ്. 7 ഭാഷകളാണ് കാസർഗോഡ് മെയിനായിട്ടുള്ളത്. അതിലൊന്നാണ് കന്നഡ. പിന്നെ ലിപിയില്ലാത്ത ഏതോ 2 ഭാഷകൾ കൂടിയുണ്ട്. ഒന്ന് തുളുവാണ്, മറ്റേതേതാണെന്ന് അറിയില്ല. അങ്ങനെ 7 ഭാഷകൾ സംസാരിക്കുന്ന ഒരു നാടാണ് കാസർഗോഡ്. ഇവിടേക്ക് ഇപ്പം മലയാളം ബോർഡുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നേരവും കന്നഡ ബോർഡുകൾ മാത്രമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ബോർഡറിൽ നിന്ന് വിട്ടു വരുമ്പോൾ ചിലപ്പോൾ അത് കൂടുമായിരിക്കും. പിന്നെ സൂര്യൻ ഉദിച്ച് പൊങ്ങിയിരിക്കുകയാണ്. ഇതാണ് മിയാപദവ് എന്ന് പറഞ്ഞ സ്ഥലം. ചെറിയൊരു ജംഗ്ഷനാണ്. അവിടെ വലിയൊരു ഗ്രൗണ്ടും സ്കൂളുമൊക്കെ കാണാം. കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. ചെറിയൊരു ജംഗ്ഷൻ. ഇനി ഇവിടെ നിന്നും പൈവളികെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്ഥലത്തേക്ക് പോയാണ് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയുള്ള പുലർക്കാലം. മനുഷ്യനായി പിറന്ന ആർക്കാണല്ലേ ഇത്തരം കാഴ്ചകളൊക്കെ ഇഷ്ടമാവാതിരിക്കുന്നത്? വീട്ടിലാണെങ്കിൽ രാവിലെ 9:30-10 മണിയാകുമ്പോഴേ ഞാൻ എണീക്കാറുള്ളൂ. ഇങ്ങനൊരു യാത്രകളൊക്കെ പോകുമ്പോഴാണ് പൊതുവെ നേരത്തെ എണീക്കാറ്. അപ്പോൾ കാണുന്ന ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വളരെ കൗതുകം, അതുപോലെ തന്നെ മനസ്സിന് കുളിർമയും നൽകുന്നു. എൻ്റെ മാത്രം കാര്യമായിരിക്കില്ല, പൊതുവെ എല്ലാവരുടെയും കാര്യം ഇതുപോലെ തന്നെ ആയിരിക്കും. ഇത്തരം കാഴ്ചകളൊക്കെ എപ്പോഴെങ്കിലും മാത്രമേ കാണുന്നുണ്ടാകൂ. ഇതൊക്കെയാണ് യാത്രകളൊക്കെ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം. മനസ്സിനെ ഒന്ന് തണുപ്പിക്കുക, ഒരു കുളിർമ മനസ്സിന്. നമ്മുടെ ദിവസത്തുള്ള എല്ലാ ഫ്രസ്ട്രേഷൻസും, അതുപോലെ ജോലി ഭാരം
അങ്ങനെ വന്ന് ഏതോ ഒരു പാലത്തിൻ്റെ മേലെ എത്തിയിരിക്കുകയാണ്. ഇവിടെ അധികം ശക്തിയില്ലാതെ ചെറിയൊരു പുഴ കാണാം. വെള്ളമൊക്കെ വളരെ കുറവാണ്. കരയൊക്കെ ഏകദേശം വലിയ അളവിൽ തന്നെ പുറത്ത് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് വെള്ളം വറ്റി ഈ ഒരവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ മാർച്ചിലൊക്കെ എന്തായിരിക്കും അവസ്ഥ? അതാ അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. പൈവെളികെ, അങ്ങനെ പൈവെളികെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ അതിമനോഹരമായിട്ട് നടപ്പാതയിലൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മനോഹരമാക്കിയിട്ടുണ്ട്. ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നടപ്പാതകളൊക്കെ നല്ലൊരു ക്ലീൻ സിറ്റിയാണെന്ന് തോന്നുന്നു. ഒരു ജംഗ്ഷനാണ് മുന്നിൽ കാണുന്നത്. ഇനി ഇവിടുന്ന് നേരെ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. നോക്കട്ടെ, മാപ്പ് സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. സീതാങ്കൊലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. ഇവിടുന്ന് നേരെയാണ്. പൈവെളികെ എന്ന് പറയുന്നത് നല്ലൊരു ക്ലീൻ സിറ്റിയാണെന്ന് തോന്നുന്നു. വളരെ എന്താ പറയുക, ഒരു അച്ചടക്കത്തോടെയുള്ളൊരു സിറ്റി. വളരെ കാം ആൻഡ് ക്ലീനാണ്. കട്ടമദനെ പാലം എന്ന് പറഞ്ഞൊരു ചെറിയൊരു പാലം കയറിയപ്പോൾ 2 മൈലുകളാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പറന്ന് പോയത്. മൈലുകൾ പറക്കുന്ന ഗ്രാമം. ഇനിയും ഉണ്ടെങ്കിൽ കിട്ടിയാൽ നന്നായിരുന്നു. വീഡിയോയിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. 2 ആൺമയിലുകളാണ്. പക്ഷേ രണ്ടിനും വാലുണ്ടായിരുന്നില്ല. ചെറിയ വാൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല പറക്കുന്നത് കാണാൻ. ജസ്റ്റ് പറന്നു പോയി അത്രമാത്രം. വാലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പറക്കുന്നത് കാണാൻ ഭയങ്കര രസമുണ്ടാകുമായിരുന്നു. പണ്ട് ശ്രീലങ്കയിൽ പോയപ്പോൾ ആണ് ഞാൻ ഇതുപോലെയൊന്നുമല്ല, വലിയൊരു മയിലായിരുന്നു. അത് നല്ല വാലും കാര്യങ്ങളൊക്കെ പറന്ന് പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതെനിക്ക് തോന്നുന്നത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് എന്നാണ്. ഒന്ന് താഴേക്ക് പോയി ശ്രീലങ്കൻ ട്രിപ്പിൻ്റെ അതായത് എൻ്റെ തുടക്ക വീഡിയോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഇനി ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇതാണ് സീതാങ്കോളി എന്ന് പറഞ്ഞ സ്ഥലം. ഇതൊരു ചെറിയൊരു ടൗൺഷിപ്പാണ്. ഇവിടെ നിന്നും ഇടത്തോട്ട് പോയാൽ ബദിയടുക്ക, വലത്തോട്ട് പോയാൽ കുമ്പള, നേരെ പോയാൽ കാസർഗോഡ്. ഞാൻ എന്തായാലും ഇടത്തോട്ടേക്ക് ബദിയടുക്ക വഴി പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെയൊന്നും ഒരു ഹോട്ടൽ പോലും കാണാനേ ഇല്ല. അങ്ങോട്ടേക്കൊരു ഹോട്ടൽ കണ്ടിരുന്നു, പക്ഷെ അത് തുറന്നിട്ടില്ല. ജസ്റ്റ് ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ. എല്ലാ ഷോപ്പുകളും തുറന്നു വരുന്നതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ആണ് കണ്ടറിയേണ്ടത്. എന്തായാലും നോക്കാം. അങ്ങനെ സീതാങ്കോളിയിൽ നിന്നും നേരെ ബദിയടുക്കയിലേക്കാണ് പോകുന്നത്. പൈവിളകയിൽ നിന്നും സീതാങ്കോളി തികച്ചും വ്യത്യസ്തമായൊരു ടൗണാണ്. പൈവിളക വളരെ നീറ്റായിട്ടുള്ളൊരു ചെറിയ ടൗണാണ്. പക്ഷേ സീതാങ്കോളി ഒരു വലിയ അത്ര വൃത്തിയൊന്നുമില്ലാത്ത വലിയൊരു ടൗൺ. ഇനി ബദിയടുക്കയിലേക്ക് 10 കിലോമീറ്ററാണ് ഉള്ളത്. അങ്ങനെ ബദിയടുക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു അത്യാവശ്യം വലിയൊരു ടൗൺഷിപ്പ് വെച്ചാണ്. ഇവിടുന്ന് നേരെ ചെർക്കള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, അവിടുന്ന് കൊയിലാച്ചി പെരിയ, ഇതാണ് ഞാനിപ്പോൾ റൂട്ട് സെറ്റാക്കിയിട്ടുള്ളത്. നല്ല വലിയൊരു
ചെർക്കള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഒരു മനുഷ്യൻ തൻ്റെ ഏറ്റവും പ്രധാനമാണ് ഒരു ഏർലി മോർണിംഗ് സോളോ ബൈക്ക് റൈഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര ഫീലാണ്. ഏർലി മോർണിംഗ് സോളോ ബൈക്ക് റൈഡ് എല്ലാം ഗതിയിലുള്ള കാഴ്ചകൾ, ശബ്ദങ്ങളും കുട്ടികളുടെയും അതുപോലെ മറ്റു ജീവികളുടെയും ഒക്കെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് റൈഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 100-110 പോകുന്നതിനെയല്ല. വളരെ പതുക്കെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാഴ്ചകളൊക്കെ കേൾക്കേണ്ടത് കേട്ട് അങ്ങനെയുള്ളൊരു ചെറിയ സോളോ യാത്ര, അത് എന്നെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു യാത്രയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു സോളോ ട്രാവൽ ബൈക്ക് തന്നെ വേണം. അത് എങ്ങനെയും ലെഫ്റ്റ് പോകാം, ബസ്സിൽ പോകാം, ട്രെയിനിൽ പോകാം, എങ്ങനെ വേണമെങ്കിലും പോകാം. ഇതൊക്കെ നമ്മുടെ ക്യാരക്ടറിനെ ഫോമാകും. അതുപോലെ തന്നെ നമ്മുടെ മറ്റു വ്യക്തികളോടുള്ള മറ്റ് ആശയങ്ങളോടുള്ള അതായത് നമ്മളെ സംബന്ധിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ അത് മാറ്റി. നമ്മളെന്നും ഒരു പണിക്ക് പോയി തിരിച്ച് വന്ന് വീട്ടിൽ പോയി പിറ്റേന്ന് എണീറ്റ് പിന്നെയും പണിക്ക് പോയി തിരിച്ച് വന്നു. ഇത് നമ്മുടെ ചിന്താഗതിയെയും അതുപോലെ തന്നെ മനസ്സിനെയുമൊക്കെ വളരെ ഇടുങ്ങിയതാക്കി മാറ്റുകയാണ്. നമ്മുടെ ഈ ചെറിയ ലോകത്ത് വലിയ ലോകത്തേക്ക് പറിച്ചു നടപ്പെടുന്ന ഒരു പ്രോസസ്സാണ് യാത്ര. നമ്മുടെ മനസ്സിനെ വിശാലമാക്കുകയും അതുപോലെ പല കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് വ്യക്തികളിൽ നിന്നും പഠിച്ചെടുക്കാനും ഇതിനൊക്കെ യാത്രകൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ്. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ആകെ അത്രയേ ആയിട്ടുള്ളൂ എങ്കിൽ യാത്രകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സ് മുതൽ യാത്രകൾ ചെയ്യുന്നു. 18-ാമത്തെ വയസ്സ് മുതൽ ഞാൻ യാത്രകൾ ചെയ്യുന്നു. അത് വലിയ യാത്രകളല്ല, ചെറിയ യാത്രകൾ. പിന്നെ ഞാൻ എൻ്റെ യാത്രകൾ അധികവും വളരെ ചിലവ് ചുരുക്കി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. യാത്രകളെന്ന് പറയുമ്പോൾ പലർക്കും ട്രിപ്പ് എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് അതിനൊക്കെ വലിയ പൈസയാകും. ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് പണ്ടൊക്കെ ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ട്രിപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടുന്നത് ഫ്രണ്ട്സൊക്കെ കൂടി ഒരു റിസോർട്ടൊക്കെ എടുത്ത് അടിച്ചു കൊടുക്കും. അതുപോലെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കും. ഇതൊക്കെയായിരുന്നു പണ്ട് എന്നെ സംബന്ധിച്ച് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ യാത്രകൾ എന്ന് പറയുമ്പോൾ എന്താണ് എനിക്ക് ശക്തമായിട്ട് മനസ്സിലായിട്ടുള്ളത്, എന്താണ് യാത്ര, എന്തായിരിക്കണം യാത്ര എന്നുള്ളതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു. വളരെ ചിലവ് ചുരുക്കി നമുക്ക് ഈ ലോകം കാണാം. ഈ ലോകം നമുക്ക് ഒരുപാട് കാണാം. അത് നമ്മളെ വലിയ രീതിയിൽ, അതായത് വലിയ പണച്ചിലവിൽ പോവുകയാണെങ്കിൽ നമുക്ക് 1-2 യാത്രകൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച്, അതായത് പൈസക്കാർക്ക് അത് കുഴപ്പമല്ല. ഒരു മിഡിൽ ക്ലാസ് ബോയ്, അതായത് അതെ അങ്ങനെയുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത്. വളരെ ചിലവ് ചുരുക്കി നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ഇഷ്ടംപോലെ പബ്ലിക് സർവീസുകൾ
പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഇഷ്ടം പോലെ ബസ്സുകൾ, ട്രെയിൻ. ഇനി അതല്ലെങ്കിൽ ഒരു ഇതായിട്ട് നമുക്ക് ലിഫ്റ്റ് ചോദിച്ചിട്ട് പോകാം. ഇങ്ങനെയൊക്കെ പോകാം. ഇങ്ങനെയൊക്കെ യാത്രകൾ നമ്മൾ മാറ്റി. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു യാത്ര പറയുന്നത് അത് സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ഒരു തീവണ്ടിയിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ. അങ്ങനെയല്ല, ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഇതുവരെ കാണാത്തതും പരിചയപ്പെടാത്തതുമായിട്ടുള്ള ആളുകളുടെ കൂടെ ഒരു യാത്ര. ഇപ്പോൾ ഈയിടെയായിട്ട് അങ്ങനെയുള്ള യാത്രകൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. ഞാനൊക്കെ യാത്രകളൊക്കെ ചെയ്യാൻ തുടങ്ങിയ ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു സ്ട്രേഞ്ചർ ഗ്രൂപ്പിൻ്റെ കൂടെ ചൊക്രമുടി എന്ന് പറഞ്ഞ നമ്മുടെ ഇടുക്കിയിലുള്ള മൂന്നാറിനടുത്തുള്ള ചൊക്രമുടി എന്ന് പറഞ്ഞ ഒരു ഹില്ല് ട്രക്കിങ്ങിന് പോയതാണ്. അത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മളിതുവരെ കാണാത്ത ആളുകളെ കാണുന്നു, ഇതുവരെ അറിയാത്ത പലരുടെയും ഭാഷകൾ പലതായിരിക്കും, പലരുടെയും സംസ്കാരങ്ങൾ പലതായിരിക്കും, അതുപോലെ സ്ലാങ്ങുകൾ പലതായിരിക്കും. നമുക്ക് യാത്രകൾ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഇതിലൊരു പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പുതിയ പുതിയ സംസ്കാരങ്ങൾ മനസ്സിലാകും. അതുപോലെ തന്നെ പുതിയ ഭാഷകളും ഭാഷാ ശൈലികളും നമുക്ക് മനസ്സിലാക്കാം. പുതിയൊരു ഭാഷ പഠിക്കുന്നതിന് എനിക്ക് ഏറ്റവും സന്തോഷപ്പെടുന്നൊരു ഭാഷകളും അതുപോലെ തന്നെ സ്ലാങ്ങുകളും, ഓരോ പ്രാദേശിക സ്ലാങ്ങുകളുണ്ടാവും. ഇതൊക്കെ അറിയാനും പഠിക്കാനുമൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ആദ്യത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് അതൊരു സോളോ ആണ്. അത് ഞാൻ പോയത് എറണാകുളത്ത് കൊച്ചിയിലേക്കാണ്. നേരെ ട്രെയിനെടുത്തു, എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങി, എന്നിട്ട് അവിടുന്ന് നേരെ മട്ടാഞ്ചേരിയിലേക്ക് പോയി. എനിക്ക് ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് പോയത് 18ാമത്തെ വയസ്സിലെന്തോ ആണ്. ആ സമയത്ത് എനിക്ക് യാത്ര ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇത് എങ്ങനെ ചെയ്യും, എന്ത് കാണണം, എങ്ങനെ പോകണം, യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ആദ്യമായിട്ട് സോളോ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സ്ഥലത്ത് പോകാനും അവിടെ ഇരിക്കാനും കാണാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും. എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള പല ചിന്തകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആദ്യമായിട്ട് എറണാകുളത്ത് പോയി ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോയത്. ഫോർട്ട് കൊച്ചി പോയി അവിടെ എന്താണ് കാണേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അവിടുന്ന് നേരെ തിരിച്ച് മേനകയിൽ വന്നു. അവിടുന്ന് ഞാൻ എന്തൊക്കെയോ പോയി. രാത്രിയാകുമ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വന്നു. അവിടുന്ന് ട്രെയിൻ എടുത്ത് നേരെ നാട്ടിലേക്ക് വന്നു. എന്താ ചെയ്തത്, എന്താണ് കണ്ടത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ എന്തൊക്കെയോ കണ്ടു, എവിടെയൊക്കെയോ പോയി, അത്രമാത്രം. അതിനുശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി കൊച്ചിയിൽ പോയിരുന്നു. അപ്പോൾ നമ്മുടെ ബിഗ് ബി ചിത്രീകരിച്ച ആ ഒരു വീടുണ്ടല്ലോ, ആ ഒരു വീടൊക്കെ അതിൻ്റെ മുന്നിലൂടെയൊക്കെ പോയി. ആ രണ്ടാമത്തെ പോക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. അവിടെ ചീനവല വലിക്കുന്ന ആ ഒരു സ്ഥലം, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ആ സമയത്ത് രണ്ടാമത്തെ പോക്കിൽ എക്സ്പ്ലോർ ചെയ്തിരുന്നു. പിന്നെ പോയത് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി ആ സമയത്ത് തന്നെ. ആ സമയത്ത് പക്ഷേങ്കിൽ യാത്രകൾ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ എന്താണ് എങ്ങനെയാണെന്ന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു, അത് ഞാനും ഒരു ഫ്രണ്ടും കൂടി പോയതാണ്. അന്ന് നമ്മൾ ഇതേപോലെ ഒരു ബൈക്ക് എടുത്ത്
ഇങ്ങനെ അവിടെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി. അതെ, അത്രയേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അതിനുശേഷം പോണ്ടിച്ചേരി പോയി. പോണ്ടിച്ചേരി പോയിട്ട് എന്താണ് എന്ന്, പോണ്ടിച്ചേരി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ടെന്ന് ആണ് എനിക്ക് ഈ പല പല വീഡിയോകൾ കാണുന്നതിലൂടെ മനസ്സിലാവുന്നത്. പക്ഷേ അന്ന് പോയപ്പോൾ ആകെ പോയത് നമ്മുടെ ഒരു റോക്ക് ബീച്ചും അതുപോലെ അവിടെയുള്ള ഒരു ഏതോ ഒരു എന്താ ഒരു ക്ഷേത്രമോ എന്തോ ആണ്, അവിടെ പോയി. പിന്നെ എൻ്റെ ഓർമ്മയിലുള്ളത് പോണ്ടിച്ചേരി ആട്ടിൻ സൂപ്പാണ്. ഒരു സ്ട്രീറ്റിൽ നിന്ന്, അതായത് നമ്മുടെ ഇവിടെ കാണുന്ന തട്ടുകട പോലത്തെ ഒരു ഇതിൽ നിന്ന് ഇവിടെ നല്ലൊരു കമാനം കാണുന്നു. ശ്രീ വിഷ്ണുമംഗല ടെമ്പിൾ. സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ഒരു ആട്ടിൻ സൂപ്പ്, അത് നല്ലൊരു സൂപ്പായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് എപ്പോഴും ഓർമ്മയുണ്ട്. ഇതാണ് യാത്രകളിൽ നിന്ന് ഓർമ്മകൾ, രുചികൾ, അങ്ങനെ പലതും. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യ സംസ്ഥാനം. ഈ സോളോ ട്രാവലിങ്ങിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട. നമ്മളെപ്പോഴും യാത്ര പോയിക്കൊണ്ടേയിരിക്കും, അതും തനിച്ച്. അതിൻ്റെ ഒരു ലഹരി വേറെ തന്നെയാണ്. അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 2-3 യാത്രകൾ നിങ്ങൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിലുള്ള ഫലം മനസ്സിലാവും. എൻ്റെ ഔട്ട് ഓഫ് കൺട്രി ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ശ്രീലങ്കയിലേക്കാണ്. അത് 2022 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 7 വരെയാണ് ഞാൻ ഒരാഴ്ചയാണ് ശ്രീലങ്കയിലുണ്ടായിരുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്കാണ് പോയത്. അവിടെ എത്തി അനുരാധപുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാനപ്പോൾ പോയത്. അനുരാധപുര ശ്രീലങ്കയിലെ ഏറ്റവും പ്രാചീനമായ നഗരത്തിലൊന്നാണ്. അവിടെ പോയി ഒരു റൂം എടുത്തു. അപ്പോഴും ഞാനിങ്ങനെ എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ആദ്യമായിട്ട് പുതിയ ഒരു രാജ്യത്ത് പോവുകയാണ്. ഒരുവിധ പ്ലാനിങ്ങുമില്ല. എൻ്റെ യാത്രകളുടെ പ്രത്യേകത ഇതാണ്, യാതൊരുവിധ പ്ലാനിങ്ങുകളും ഇല്ലാതെയുള്ള പോക്കാണ്. അവിടെ പോയി, അവിടെ എത്തി. പിന്നെ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ വിശ്രമുനിയ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ, ജയ മഹാബോധി, ദമ്പുള്ള ഗോൾഡൻ കേവ് ടെമ്പിൾ. ഇതൊക്കെ ഞാനിപ്പം ഈ പേരുകളൊക്കെ പറയുമ്പോൾ എനിക്ക് ഞാനന്ന് അനുഭവിച്ച, അന്ന് ഞാൻ പോയ യാത്രകളും വഴികളും അതുപോലെ ഞാനന്ന് അവിടെ കണ്ടിട്ടുള്ള ആളുകളെയും ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ യാത്രകളെ കൊണ്ടുള്ള ഒരു ഗുണം. പിന്നെ ഞാനന്ന് അവിടുന്ന് കഴിച്ച ഭക്ഷണങ്ങൾ, അവിടുത്തെ ഒരു സംസ്കാരം, ഇതൊക്കെയാണ്. പിന്നെ അതിനുശേഷം നേപ്പാളിലേക്കാണ് രണ്ടാമത്തെ ഔട്ട് ഓഫ് കൺട്രി യാത്ര. നേപ്പാളിൽ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. 2023 ഫെബ്രുവരിയിലും 2024 ജനുവരിയിലും. രണ്ടും മറക്കാൻ പറ്റാത്ത യാത്രകളാണ്. ഇതാണ് ആയങ്കടവ് പാലം. അങ്ങ് നോക്കി, റബ്ബർ മരങ്ങളാണത്. എന്ത് രസമല്ലേ കാണാൻ. അങ്ങ് നമുക്കൊരു കരിങ്കൽ ക്വാറി കാണാം. ഇവിടെ അത്യാവശ്യം വെള്ളമുണ്ട്. പക്ഷേ ഇത് വൃത്തിയില്ലാത്ത, ഒഴുക്കില്ലാത്ത വെള്ളമാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഇവിടെ തന്നെ ഈ അഴുക്കൊക്കെ എങ്ങോട്ടും ഒഴുകാതെ കെട്ടിക്കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്.
നല്ല ഹരിതാഭയും പച്ചപ്പും കലർന്ന എന്താ രസം. ഇത് തെങ്ങിൻ തോപ്പാണെന്ന് തോന്നുന്നുണ്ട്. അതെ അതെ അതെ, ഇത് തെങ്ങിൻ തോപ്പ് തന്നെയാണ്. കേരനിരകളാടുന്നൊരു എന്തല്ലേ ഒരു ഭംഗി. അടിപൊളി. ഇത് അങ്ങൊക്കെ റബ്ബർ മരങ്ങൾ കാണാം. അപ്പം മെല്ലെ വിടാം. അങ്ങനെ മാപ്പ് നോക്കി വളരെ ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെയുള്ള യാത്ര. വലിയ റബ്ബർ തോട്ടത്തിനടുത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. രണ്ട് സൈഡിലും റബ്ബർ തോട്ടമാണ്. നടുക്കൂടെ ചെറിയൊരു റോഡ്. ഒഴിവാക്കിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഗ്രാമപ്രദേശങ്ങളിലൂടെ ഉൾനാടുകളിലൂടെയുള്ള യാത്രയാണ് നല്ല ഭംഗിയുള്ള വെയിലൊന്നുമുള്ള ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നല്ലൊരു വഴിയാണ്. നല്ലൊരു ഉൾനാടൻ ഗ്രാമപ്രദേശം. ഒരു മല ഏറിയ പോലത്തൊരു സ്ഥലമാണ്. മലയേറിയല്ല, മലമ്പ്രദേശങ്ങൾ. ഒരുപാട് റബ്ബർ തോപ്പുകളും അതുപോലെ റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും ഒക്കെ കണ്ട് നല്ലൊരു അടിപൊളി യാത്രയാണ് ഇപ്പോൾ കിട്ടിയത്. നല്ലൊരു സ്ഥലത്ത് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ് ഇതുപോലെ കുണ്ടും കുഴിയും ഒക്കെ ഉള്ളതാണെങ്കിലും, വഴി മോശമാണെങ്കിലും വഴിയിലുള്ള കാഴ്ചകൾ നല്ലത് തന്നെ. വളരെ സമയമെടുത്തിട്ടേ അങ്ങ് എത്തുള്ളൂ. അത്രയും മോശമാണ് ഇവിടുത്തെ റോഡുകൾ. കോഴീനെ കാണുമ്പോൾ ഇന്നലെ അവിടെ കോഴിപ്പോര് നടത്തിയ സ്ഥലത്തിൻ്റെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഭംഗിയുള്ള സ്ഥലമാണ്. റോഡുകളും കൂടി നന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. എൻ്റെ നടുവിൻ്റെ പരിപ്പിളകിയിട്ടാണുള്ളത്. ഇന്നലെ രാവിലെ 4:30 കയറിയിരുന്നതാണ് ഇതിൻ്റെ മേലെ. ഇന്നലെ എന്നിട്ട് ഒരു 6:30 ഇതിൻ്റെ മേലെ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് ഇന്ന് രാവിലെ വീണ്ടും 7 മണി അങ്ങനെ അവിടേക്കും കയറി. ഇപ്പം സമയം 12 മണി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നടുവേദന നന്നായിട്ടുണ്ട്, പക്ഷേ യാത്രകൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ആ വേദന അങ്ങ് മറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. റോഡുകൾ കുറച്ച് നന്നായിരുന്നെങ്കിൽ ഇത്രയും വേദന ഉണ്ടായിരുന്നില്ല. ഇത് രസമല്ലോ. ഒരു കയറ്റം അങ്ങനെ കയറി പോവുകയാണ്. ഓരോ സ്ഥലത്തേക്ക് മാപ്പിട്ട് മെയിൻ റോഡ് എത്തുമ്പോൾ അപ്പോൾ മാപ്പ് ഒന്ന് മാറ്റി വേറെ വഴി പിടിച്ച് അങ്ങനെയാണ് ഉൾഗ്രാമങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഒരു മനസ്സുഖം. ഈ ചില കാഴ്ചകളൊക്കെ എന്നെ എൻ്റെ ബാല്യകാലത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പണ്ട് അമ്മയുടെ വീട് കൊട്ടിയൂരാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ചെമ്പരത്തി ചെടികൾ കൊണ്ടാണ്
ഇങ്ങനെ അതിര് വെക്കുന്നത്. അതൊക്കെ ഇവിടെ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ ഒരു പഴയ ബാല്യകാല ഓർമ്മകളിലേക്കാണ് പോകുന്നത്. അതുപോലെ അവിടെയും ഇതുപോലെ റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കശുവണ്ടിത്തോട്ടം. അതൊക്കെ എന്നെ ബാല്യകാലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. യാത്രകൾ ചിലപ്പോൾ അങ്ങനെയുമാണ്. മനോഹരമായ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചായോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ പെട്ടെന്നൊരു ആൾക്കൂട്ടവും അതുപോലെ ഇതൊക്കെ കണ്ടു. നിർത്തി നോക്കിയപ്പോൾ കബഡി മത്സരമാണ്. കുറച്ച് നേരം കബഡി കാണാം. മൂന്ന് കോർട്ടിലും ആവേശകരമായ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. എ കോർട്ടിലെ അടുത്ത മത്സരത്തിനായി റെഡ് സ്റ്റാർ നെലാങ്കരയും പ്രിയദർശിനി അച്ചാന്തുരത്തെയും തയ്യാറാവുക. ബി കോർട്ടിലെ അടുത്ത മത്സരത്തിനായി NG സ്മാരക കലാവേദി ചായോത്തും ശക്തി നീരണിയും തയ്യാറാവുക. സി കോർട്ടിലെ അടുത്ത മത്സരത്തിനായി രാജീവ് യൂത്ത് കടിഞ്ഞമൂലയും യങ് ഫയർ മുണ്ടകണ്ടവും തയ്യാറാവുക. സി കോർട്ടിലെ അടുത്ത മത്സരത്തിനായി യങ് ഫയർ മുണ്ടക്കണ്ടം രാജീവ് യൂത്ത് കടിഞ്ഞമൂല ടീമുകൾ തയ്യാറായി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. ബി കോർട്ടിലെ അടുത്ത മത്സരത്തിനായി രാജീവ് യൂത്ത് കടിഞ്ഞമൂല യങ് ഫയർ മുണ്ടക്കണ്ടം ടീമുകൾ തയ്യാറായി നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. അടുത്തൊരു പാലം, അരയാങ്കടവ് പാലം. ഇവിടെ നടുക്കൊരു ചെറിയൊരു തുരുത്ത് പോലെയുള്ളൊരു ഭാഗം കാണാം. നല്ല വെള്ളമുള്ളൊരു പുഴയാണ്. അതുപോലെ അങ്ങ് ദൂരെയും നമുക്ക് ഒരു തുരുത്ത് പോലെ കാണാം. തുരുത്ത് തന്നെയാണോ എന്താണെന്ന് അറിയില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട്. ആ അരിയാക്കടവ് പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പോൾ കണ്ടതാണ് കയ്യൂർ ശ്രീ ആലയിൽ ഭഗവതി ക്ഷേത്രം. ഒരു വയലിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് ദൂരെയായി മലനിരകളും ഒക്കെ കൂടി കാണുമ്പോൾ നല്ലാത്തൊരു ഭംഗിയുണ്ട്. ക്ഷേത്രത്തിലേക്കുള്ള വഴി ഈ റോഡ് വഴിയാണ്. ഈ റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണത്. നടുക്കൂടെ റോഡ്, രണ്ട് സൈഡിലും പാടങ്ങൾ ഉഴുതു വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് വാഴ കൃഷിയൊക്കെ കാണാം. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച. ദൂരെ മലനിരകളും ഇവിടെ ഒരു വയലിന് നടുക്കൊരു ക്ഷേത്രവുമൊക്കെ ആയിട്ട് വഴിയരികിൽ കണ്ടതാണ്. ഇതിങ്ങനെ കയ്യൂരിന്ന് ചീമേനി റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയരികിൽ ഒരു അശോക സ്തംഭം കാണാം. ഇതിൻ്റെ പിറകിലുള്ള ചരിത്രമൊന്നും അറിയില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ ഫുള്ള് പൂപ്പൽ പിടിച്ചിട്ടാണുള്ളത്.
അശോകസ്തംഭം. നമ്മൾ ഏകദേശം ചീമേനി എത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഏകദേശം കാസർഗോഡ് കണ്ണൂർ ബോർഡറിലേക്ക് ഇനി അല്പം 2-3 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാസർഗോഡിലെ അങ്ങനെ കിണറുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കിണറുമുക്ക് എന്ന് പറയുന്നത് എക്സാക്ട്ലി കാസർഗോഡിൻ്റെയും കണ്ണൂരിൻ്റെയും ബോർഡറാണ്. അപ്പോൾ കാസർഗോഡിൻ്റെ കാഴ്ചകളിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി അടുത്തൊരു സ്ഥലവുമായി അടുത്ത വീഡിയോയിൽ കാണാം. കിണറുമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കിണറുമുക്ക് എന്ന് പറയുന്നത് കാസർഗോഡിൻ്റെയും അതുപോലെ കണ്ണൂരിൻ്റെയും കറക്റ്റ് എക്സാക്റ്റ് ബോർഡറാണ്. എന്ന് വെച്ചാൽ കാസർഗോഡിൻ്റെ കാഴ്ചകളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണൂരിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ഒരു സ്ഥലവുമായി അടുത്ത വീഡിയോയിൽ കാണാം.